പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2-3 വയസ്സ് പ്രായം വരുന്ന കുട്ടികൾക്ക് ഇടാൻ പറ്റിയ, ഈ സമ്മറിലൊക്കെ ഇടാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള ഒരു കോട്ടൺ ബേബി ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 1 മീറ്റർ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. അത് ആദ്യം ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കിയിട്ടു. അതിന് ശേഷം ഒരു പ്രാവശ്യം കൂടി ഇങ്ങനെ മടക്കിയിടുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇതിൻ്റെ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ ലെങ്ത്ത് വരുന്നത് 21.5 ഇഞ്ചാണ്. അതുപോലെ വിഡ്ത്ത് വരുന്നത് 14.5 ഇഞ്ചുമാണ്. ഇത് രണ്ട് സൈഡിലും പ്ലീറ്റ് വരുന്ന രീതിയിലുള്ള ഒരു ഫ്രോക്കാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി ഷോൾഡർ ഞാൻ ഇതിൽ 4.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അതുപോലെ താഴത്തോട്ടേക്ക് ആം ഹോള് ഞാൻ 5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം നമുക്കിത് രണ്ടും കൂടി ഒന്ന് യോജിപ്പിച്ച് വരക്കാം. ചെസ്റ്റ് റൗണ്ട് 22 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ 1/4 ഭാഗം മാർക്ക് ചെയ്യണം. അപ്പോൾ അത് 5.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. അതിന് ശേഷം 1.5 ഇഞ്ച് സീം അലവൻസും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് യോജിപ്പിച്ചിട്ട് വരച്ചെടുക്കാം. വേസ്റ്റ് ലെങ്ത്ത് 9 ഇഞ്ചാണ് വരുന്നത്. അത് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. വേസ്റ്റ് റൗണ്ട് 21 ഇഞ്ചാണ്. അതിൻ്റെ 1/4 ഭാഗം മാർക്ക് ചെയ്യണം. അപ്പോൾ 5.25 ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം 1.5 ഇഞ്ച് സീം അലവൻസും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്കിതും ഒന്ന് ഇതുപോലെ വരച്ചെടുക്കാം. അതിന് ശേഷം ചെസ്റ്റ് ലൈനും വേസ്റ്റ് ലൈനും കൂടി ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് വരക്കാം. നെക്ക് വിഡ്ത്ത് 2.5 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. അത് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. നെക്ക് ഡെപ്ത്ത് ഫ്രണ്ടിലും ബാക്കിലും ഞാൻ ഒരേ അളവാണ് എടുക്കുന്നത്, 3 ഇഞ്ച്. അതും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് വരച്ചെടുക്കാം. അതിന് ശേഷം ഞാൻ സാധാരണ സിമ്പിൾ യൂനെക്കാണ് കൊടുക്കുന്നത്. അതും കൂടി ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് നമുക്ക് യൂനെക്ക് വരച്ചെടുക്കാം. അതുപോലെ ഞാൻ ആം ഹോളും കൂടി വരച്ചെടുക്കുന്നുണ്ട്. ഒരു 1/4 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പും കൂടി കൊടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് വരച്ചു. അതിനുശേഷം നമുക്ക് ഈ വേസ്റ്റ് ലൈൻ ഇതുപോലെ ഒന്ന് നീട്ടി വരയ്ക്കാം. ഇനി ഈ വേസ്റ്റ് ലൈനിൽ മടക്കുന്ന റൈറ്റിലോട്ടേക്ക് ഞാനൊരു 2.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ഒരു 2.5 ഇഞ്ച് ഇവിടെ മാർക്കിങ് കൊടുത്തില്ലേ, അതൊന്നുകൂടി ഞാൻ ക്ലിയർ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ വേസ്റ്റ് ലൈൻ റൈറ്റ് സൈഡിൽ നിന്ന് അവിടം വരെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ആ 2.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഞാൻ താഴത്തോട്ടേക്ക് ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട്. അത് നേരത്തെ മാർക്ക് ചെയ്യുമ്പോൾ തന്നെ വരച്ചാൽ മതിയായിരുന്നു, ഞാനത് വിട്ടുപോയതാണ്. അപ്പോൾ ആ ലൈനിൽ കൂടിയും കൂടി നമ്മളിതുപോലെ കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ നമുക്ക് ഫ്രണ്ടും ബാക്കും ഇതുപോലെയാണ് കിട്ടുക. പിന്നെ 4 പീസ് രണ്ട് സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് 4 പീസ് ഉണ്ട്. അപ്പോൾ അതാ ഇതുപോലെ ഫ്രണ്ടിൽ 2 പീസ്, ബാക്കിൽ 2 പീസ്. ആ പീസിൽ നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ടിട്ട് നമുക്കൊന്ന് പിൻ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ആ പ്ലീറ്റ്സ് ഇട്ട ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ടിട്ട് പിൻ ചെയ്തെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാനാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അതുപോലെയാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. ഇതേപോലെ മറ്റേ സൈഡിലെ പീസും ചെയ്യണം. അതുപോലെ തന്നെ ബാക്കിൽ നമ്മൾ കട്ട് ചെയ്ത പീസും ചെയ്യണം. അപ്പോൾ ഞാൻ ഒന്ന് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ പിൻ ചെയ്തെടുത്ത് ഇതുപോലെ ജസ്റ്റ് ആ പിന്ന് മാറ്റിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ പ്ലീറ്റ്സ് ഇട്ടിട്ട് എടുത്തില്ലേ, അത് ഇവിടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെക്കേണ്ടത്. അതേപോലെ തന്നെ മറ്റേ സൈഡും ചെയ്യണം. അപ്പം മറ്റേ പീസും ഞാൻ ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഈ പ്ലീറ്റ്സ് ഇട്ട് പീസ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ വെച്ചിട്ട് ഇതേപോലെ തിരിച്ചിട്ടിട്ട് രണ്ടിൻ്റെ നല്ല വശങ്ങൾ ഞാൻ ഈ കാണിക്കുന്ന മാർക്കിങ്ങിൽ കൂടി സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ആ കോർണറിലെത്തുമ്പോൾ സൂചി കുത്തി നിർത്തിയിട്ട് ഇതേപോലെ തിരിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ അത് ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട് ഒരു പീസ്. ഈ ഒരു കോർണറിലെത്തുമ്പോൾ സൂചി അവിടെ കുത്തി നിർത്തിയിട്ട് ക്ലോത്ത് തിരിച്ചിടുക. അപ്പോൾ ചുളുക്കൊന്നും വരാതെ നല്ല വൃത്തിയിൽ ചെയ്യണം. അതിനുവേണ്ടിയാണ് ഞാൻ ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നത്.
കണ്ടില്ലേ, ഇതാ ഞാൻ ഈ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇതാ ഇതുപോലെയാണ് ഉണ്ടാവുക. അതേപോലെ നമുക്ക് മറ്റേ സൈഡും ചെയ്തെടുക്കണം. ഇപ്പുറത്തെ സൈഡ് ഇതുപോലെ വെക്കുക. എന്നിട്ട് ഇതാ ഇതേപോലെ ഒന്ന് തിരിച്ച് വെച്ചിട്ട് മാർക്കിലേക്കൂടെ ഇതിലേക്കൂടെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അവിടെ കോർണറിൽ കുത്തി നിർത്തുക. എന്നിട്ട് തിരിച്ച് ഈ ഭാഗത്തേക്കും സ്റ്റിച്ച് ചെയ്യുക. അതേപോലെ ബാക്കിലുള്ള പീസും ചെയ്യണം. ഫ്രണ്ടിലുള്ള രണ്ടാമത്തെ പീസ് ഞാൻ അതുപോലെ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഡൗട്ടുള്ളവർക്ക് ഇത് കണ്ടാൽ ഈസി ആയിട്ട് മനസ്സിലാവും. എന്നിട്ട് നമ്മൾ ഈ ഫ്രണ്ട് പീസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്ക് പീസും ഇതേപോലെ ചെയ്തെടുക്കാം. ഇനി ഇതാ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഞാൻ റെഡിയാക്കി. ഇനി രണ്ടും കൂടി ജോയിൻ ചെയ്യണം. അപ്പോൾ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം ഈ രണ്ട് സൈഡിലും. അപ്പോൾ ഞാനത് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്കിൽ ഹുക്ക് വെക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ 5 ഇഞ്ചിൻ്റെ ഒരു സ്ക്വയർ പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ രണ്ട് വശം ഇതേപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്, അതുപോലെ താഴത്തെ ഭാഗം. അപ്പോൾ അതാ ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്ക് ഭാഗത്ത് ആ പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഈ പീസ് നമ്മൾ റെഡിയാക്കി എടുത്ത പീസ് വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് എടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കൊരു 2-2.5 ഇഞ്ച് നീളത്തിൽ ഇതുപോലെ ഒരു മാർക്കിങ് കൊടുക്കാം. എന്നിട്ട് ആ മാർക്കിങ്ങിൻ്റെ ചുറ്റുമായിട്ട് ഈ സൈഡിലേക്കൂടെ, ആ ലൈനിൻ്റെ സൈഡിലേക്കൂടെ നമുക്ക് ഓരോ സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ അതാ ഞാനത് ചെയ്ത് കാണിക്കുന്നുണ്ട്. അല്ല, അതിൻ്റെ സൈഡിലേക്കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. താഴെ എത്തുമ്പം ഒരു വി ഷേപ്പിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് സെൻറ്ററിൽ നമ്മളൊരു ലൈൻ വരച്ചില്ലേ, ആ ലൈനിലേക്കൂടെ ഒരു കട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്കിതാ ഈ രണ്ട് സൈഡും അതുപോലെ താഴത്തെ ഭാഗവും ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് തിരിച്ചിടാം. തിരിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക. അതിന് ശേഷം അതിൻ്റെ മുകളിൽ ഭാഗത്ത് സൈഡിലേക്കൂടെ ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കാം, അതവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നെക്കും ആം ഹോളും ഫിനിഷ് ചെയ്യണം. ഇതിന് ചുറ്റുമായിട്ട് അപ്പോൾ ഞാൻ ക്രോസ് പീസ് വെച്ചിട്ടാണ് ഫിനിഷ് ചെയ്യുന്നത്, നെക്കും ആം ഹോളും. അതിനുവേണ്ടി ഞാൻ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 2 ഇഞ്ച് വിടുത്തുള്ള ക്രോസ് പീസാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ 3 ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്രോസ് പീസ് ആകുമ്പോൾ ഇങ്ങനെ സ്ട്രെച്ച് ആവും, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇനി ഈ ക്രോസ് പീസ് നമുക്ക് ഇതുപോലെ ഒന്ന് നടുവേ മടക്കിയിട്ട് അയൺ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതുപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മടക്കിയിട്ട് സൈഡിൽ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം. അപ്പോൾ അറ്റം ഇതുപോലെ ഒന്ന് മടക്കി വെച്ചതിന് ശേഷം ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്ത് വന്ന് എൻഡിലെത്തുമ്പം സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത പോലെ തന്നെ അറ്റത്തൊന്ന് മടക്കി ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതുപോലെ ഫിനിഷ് ചെയ്തെടുക്കുക. ഇനി നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ച പീസ് ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഉള്ളിലേക്ക് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക.
ആദ്യം ഇതുപോലെ സൈഡിലേക്കൂടെ സ്റ്റിച്ച് കൊടുക്കുക, മടക്കി അതിലേക്കൂടി. സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കത് ഇതുപോലെ വെച്ചിട്ട് ഒന്നും കൂടി ഇതുപോലെ പതിച്ച് അടിച്ചു കൊടുക്കാം. അപ്പോൾ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആം ഹോളിലും ക്രോസ് പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഈ ക്രോസ് പീസ് ആദ്യം ഇതുപോലെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതാ ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഭാഗം നമ്മൾ നെക്കിൽ ചെയ്തില്ലേ അതേപോലെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നെക്കിൽ ചെയ്ത് കാണിച്ചുകൊണ്ടാണ് ഞാൻ വീണ്ടും ചെയ്ത് കാണിക്കാത്തത്. അപ്പോൾ ഇത് 2 ആം ഹോളിലും ഞാൻ ഇതുപോലെ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തു. അതിന് നമുക്കിത് തിരിച്ചിട്ടിട്ട് 2 സൈഡും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ തിരിച്ചിട്ടിട്ട് രണ്ടിനെയും നല്ല വശങ്ങൾ ചേർത്ത് വെക്കുക. അതിന് ശേഷം 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ സൈഡിലേക്കൂടിയും അതേപോലെ അപ്പുറത്തെ സൈഡും നമ്മൾ കൊടുത്ത സീം അലവൻസ് വെച്ചിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്തേക്കുക. അപ്പോൾ നമ്മൾ ഫ്രോക്ക് റെഡിയാവും. അപ്പോൾ ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ താഴെ ഞാൻ ഒരു 1/2 ഇഞ്ച് ഇതുപോലെ മടക്കി അടിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രോക്കിൻ്റെ 2 സൈഡും ഞാൻ ജോയിൻ ചെയ്തെടുത്തു, താഴെ മടക്കി അടിച്ചു. ഞാനിത് തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രോക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പിറകിൽ ഒരു ഹുക്കും അയ്യും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ഫ്രോക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പ്ലീറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് ഞാൻ 2 ഫ്ലവറും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.